जयो राधा माधव जयो कुंज बिहारी जयो राधा माधव जयो कुंज बिहारी जय गोपी जनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपी जनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुनतीरवनचारी जयो कुंज बिहारी जयो यमुनतीरवनचारी जयो कुंज बिहारी हरे कृष्ण कृष्णा कृष्णा हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमाई जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमाई जयो कृष्ण बलराम जयो कृष्ण बलराम कृष्ण बलराम जयो कृष्ण बलराम जयो कृष्ण बलराम जयो कृष्ण बलराम कृष्ण बलराम जयो कृष्ण बलराम जयो गौरामीदास जयो गौरामीदास गौरामीदास जयो गौरामीदास जयो गौरामीदास जयो गौरामीदास गौरामीदास जय गौरामीदास जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय 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 गुरुदेव 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 जय जय गुरुदेव। हरिनाम संकीर्तन महायज्ञ की जय।
हरिनाम संकीर्तन युग धर्म की जय। श्रीमद् भागवतम भगवत गीता पढ़ने यज्ञ की जय। श्रीला प्रभुपाद की जय। श्रील गुरुदेव की जय। गौर प्रमानंदे। हरे हरि बोल। ഹരേ കൃഷ്ണ. സ്വാഗതം ഭക്തജനങ്ങളെ. ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായം 25-ാമത്തെ ശ്ലോകത്തിൽ നിൽക്കുന്നു. 25-ാമത്തെ ശ്ലോകം. പുസ്തകങ്ങളുള്ളവർ എടുത്തുകൊള്ളുക. ഭഗവത്ഗീത ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആർക്കെങ്കിലും വേണോ ആവശ്യം? എല്ലാവരും മേടിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരും പറയും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകമാണ് ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ശ്ലോകം വായിക്കാം. ഭക്തജനങ്ങൾ ഏറ്റു പറയുക. ഭീഷ്മാദ്രോണ പ്രമുഖതഃ ഭീഷ്മാദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീഷിതാ സർവേഷാം ച മഹീഷിതാ ഉവാച പാർത്ഥ പശ്യേതാ ഉവാച പാർത്ഥ പശ്യേതാ സമാവേതാൻ കുരുനിതി സമാവേതാൻ കുരുനിതി. ഭീഷ്മദ്രോണ പ്രമുഖതാ സർവേഷാം ച മഹീഷിതാ ഉവാച പാർത്ഥ പശ്യേതാ സമാവേതാൻ കുരുനിതി. ഭീഷ്മദ്രോണ പ്രമുഖതാ സർവേഷാം ച മഹീഷിതാ ഉവാച പാർത്ഥ പശ്യേതാ സമാവേതാൻ കുരുനിതി. ഒരാൾ വായി. ഭീഷ്മദ്രോണ പ്രമുഖതാ സർവേഷാം ച മഹീഷിതാ ഉവാച പാർത്ഥ പശ്യേതാ സമാവേതാൻ കുരുനിതി. വെരി ഗുഡ്. ഒരാൾ കൂടെ. ഭീഷ്മദ്രോണ പ്രമുഖതാ സർവേഷാം ച മഹീഷിതാ ഉവാച പാർത്ഥ പശ്യേതാ സമാവേതാൻ കുരുനിതി. വെരി ഗുഡ്. ഭീഷ്മദ്രോണ പ്രമുഖതഃ. പറയൂ. പ്രമുഖരായ ഭീഷ്മർ ദ്രോണാദികളുടെയും
സർവേഷാം എല്ലാ, മഹീഷിത രാജാക്കന്മാരുടെയും മുമ്പിലായി, പാർത്ഥ അല്ലയോ അർജുന, സാമവേദാൻ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന, ഏതാൻ ഈ, കുരുൻ കൗരവന്മാരെ, ഭക്ഷ്യ കണ്ടാലും, ഇതി ഉവാച ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ഓക്കെ, ഏറ്റു പറയുക. ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുമ്പിൽ വച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ. ഒന്നുകൂടെ. ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ. ഓക്കെ, ഭാവാർത്ഥം വായിക്കാം, ഭക്തജനങ്ങൾ കേട്ടിരിക്കുക. ഭാവാർത്ഥം. യേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പരമാത്മാവെന്ന നിലയിൽ അർജുനന്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം കൃഷ്ണനെ അറിയാമായിരുന്നു. ഈ ഘട്ടത്തിൽ ഋഷികേശൻ എന്ന പേരുപയോഗിച്ചത് കൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണെന്ന് സൂചിപ്പിക്കുന്നു. അർജുനനെ സംബന്ധിച്ചിടത്തോളം പാർത്ഥ അല്ലെങ്കിൽ കുന്തിപുത്ര എന്ന സംബോധന സാരവത്താണ്. എന്റെ പിതാവായ വാസുദേവരുടെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ് താൻ അർജുനന്റെ തേരാളി പദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്ത് എന്ന നിലയിൽ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. കുരുക്കളെ നോക്കൂ എന്ന വാക്കുകൊണ്ട് കൃഷ്ണൻ എന്താണ് ഉദ്ദേശിച്ചത്? അർജുനൻ അവിടെ പൊരുതാതെ നോക്കി നിൽക്കണമെന്നാണോ? തന്റെ പിതൃ സഹോദരി പുത്രനിൽ നിന്ന് അത്തരം പെരുമാറ്റം കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അർജുനന്റെ മനോഭാവത്തെ പറ്റി സൗഹൃദപൂർവമായൊരു പ്രവചനമാണിത്. ഓം തത് സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാഗതം മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതവാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിത ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരിതിഷേ നമഃ. നമോ ബ്രാഹ്മണ്യദേവായ ഗോബ്രാഹ്മണ്യഹിതായ ച ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചകൽപതരൂപേച്ഛ കൃപാസിന്ധുഭേവ ച പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രശായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ
ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം ശുദ്ധായ കൃഷ്ണ പൃഷ്ഠായ ബദരി ശ്രീമതി മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത വസ്മേത പ്രചാരണ ലോകതാരണ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഭഗവാന്റെ കൃപയാൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ ഭഗവാന്റെ കൃപാകടാശം കൊണ്ട് 25-ാമത്തെ ശ്ലോകത്തിൽ എത്തി നിൽക്കുന്നു. ഇന്നത്തെ ശ്ലോകം പറയുന്നത് ഇങ്ങനെയാണ്. സഞ്ജയൻ പറയുന്ന ശ്ലോകമാണ്. ഭീഷ്മ ദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന് ഋഷികേശൻ എന്നും അർജുനനെ ഗൂഢകേശൻ എന്നും പറഞ്ഞു. ഋഷികേശൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താണെന്നും ഗൂഢകേശൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നന്നായി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ശ്ലോകത്തില് ഋഷികേശൻ എന്നുള്ള വാക്ക് അഭിസംബോധന ചെയ്തിരിക്കുന്നതായിട്ട് കണക്റ്റ് ആയിട്ടാണ് ഇന്നത്തെ ശ്ലോകം വരുന്നത്. ഋഷികേശൻ എന്നുള്ള വാക്കിനർത്ഥം ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നാണ്. ആരുടെ ഇന്ദ്രിയങ്ങളുടെ നാഥൻ? നമ്മുടെ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഭഗവാൻ കൃഷ്ണൻ എന്നതുകൊണ്ടാണ് ഭഗവാന് ഋഷികേശൻ എന്നുള്ള പേര് വന്നത്. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചിന്താഗതികളും ചലനവും മാത്രമേ അറിയാൻ പറ്റുമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ലോകത്തുള്ള എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെ ഭഗവാൻ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഋഷികേശൻ എന്നുള്ള വാക്കിന് കൃഷ്ണന്റെ പേരുമായിട്ട് കണക്ട് ആയിരിക്കുന്നത്. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നാണ്. ഇവിടെ ഭഗവാനാണ് പറയുന്നത്, ഹേ പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ടെന്ന് വെച്ചാല് കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനന്റെ വാക്ക് കേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ രഥത്ത് ഇരു സൈന്യങ്ങളെ നടുക്ക് കൊണ്ട് നിർത്തിയിരിക്കുക. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് അർജുനന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ആർക്കറിയാം? കൃഷ്ണനെ അറിയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം കൊണ്ട് കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല, എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന്റെ സ്റ്റെപ്പായിട്ടാണ്. എടുത്ത സ്റ്റെപ്പിൽ അങ്ങ് പറഞ്ഞില്ല, പകരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലേക്കാണ് അർജുനൻ പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൃഷ്ണൻ മനസ്സിലായി. അതുകൊണ്ടാണ് ഋഷികേശൻ എന്നുള്ള വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഇന്നത്തെ ശ്ലോകത്തിൽ പാർത്ഥ, ശരി, നീ പറഞ്ഞതുകൊണ്ട് ഞാനിതാ രഥം നടുക്കൊണ്ട് നിർത്തിയിരിക്കുന്നു, ഇവിടെ ഒത്തുകൂടിയ ആൾക്കാരെ നോക്കൂ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് തന്നെയാണ് റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ആർക്ക് മനസ്സിലായി? കൃഷ്ണന് മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത അർജുനൻ എന്താണ് പറയാൻ പോകണമെന്നും ആർക്കറിയാം? കൃഷ്ണൻ അറിയാം. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും, അയ്യോ എന്റെ ശരീരം തളരുന്നു, എനിക്ക് തല കറങ്ങുന്നു, ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം എന്റെ സ്വന്തം ആൾക്കാരാണ്, എന്റെ തന്നെ സ്വന്തം ബന്ധുക്കളാണ്, എന്റെ തന്നെ സ്വന്തം അനുജന്മാരാണ്, എന്റെ തന്നെ സ്വന്തം ഫ്രണ്ട്സ് ആണ്, എന്റെ തന്നെ സ്വന്തം റിലേറ്റീവ്സ് ആണ്, മുത്തച്ഛനാണ്, അല്ലെ? അതുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ യുദ്ധം ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുമ്പായിട്ടാണ് ഈ രഥം നടുക്ക് കൊണ്ട് നിർത്തൂ എന്ന് പറഞ്ഞതെന്ന് ആർക്ക് മനസ്സിലായി? ശ്രീകൃഷ്ണ ഭഗവാൻ മനസ്സിലായി. അതുകൊണ്ടാണ് ഋഷികേശൻ എന്നുള്ള വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അർജുനന്റെ ഇന്ദ്രിയങ്ങളിലെ ചിന്താഗതി എന്തെന്ന് ആർക്ക് മനസ്സിലായിട്ടുണ്ട്? എന്നിട്ട് പറയാണ് പാർത്ഥ എന്നാണ് ഇവിടെ ആരെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്? ഈ ശ്ലോകത്തില് അർജുനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് പാർത്ഥ എന്ന് ചോദിച്ചാൽ പാർത്ഥ എന്ന് പറയുമ്പോൾ പൃഥുവിന്റെ പുത്രൻ എന്നാണ്. പൃഥു എന്ന് പറഞ്ഞാല് കുന്തി ദേവിയുടെ പുത്രനാണ്. പൃഥ എന്നുള്ള ഒരു പേരും കൂടെ കുന്തിക്കുണ്ട്. അപ്പൊ കുന്തിയുടെ പുത്രൻ, എന്റെ സ്വന്തം കസിൻ ആണ് നീ എന്നാണ് അതിന്റെ അർത്ഥം. കുന്തിയുടെ പുത്രൻ എന്ന് പറയുമ്പോൾ കുന്തി ദേവി എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അച്ഛനായ വാസുദേവന്റെ അനുജത്തിയാണ് കുന്തി ദേവി. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനായ അർജുനന്റെ തേരാളിയായിട്ടാണ് ഇപ്പൊ അവിടെ ആരിയിരിക്കുന്നത്? ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്.
അപ്പൊ അപ്പൊ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഒരു റിലേറ്റീവ് ബന്ധം കൂടെ ഉണ്ട്. അപ്പൊ ആ റിലേറ്റീവ് ബന്ധം വെച്ച് ഞാൻ നിന്നെ തേരാളിയാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൂടി നീ ഇപ്പൊ പറയാൻ പോണത് എന്താണ്? ഞാൻ നിന്റെ കൂടെ ഇരുന്നിട്ട് കൂടി നീ എന്താണ് പറയാൻ പോണത്? ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയാനാണ് പോകണത് അല്ലേ എന്ന് മുൻകൂട്ടി കണ്ട് ഒരു ജോക്ക് രീതിയിൽ, ശരി നീ നടുക്ക് നിർത്താൻ പറഞ്ഞല്ലോ, ശരി ഞാൻ നടുക്ക് നിർത്തി, നീ നോക്കിക്കോ എന്ന് പറയും. നമ്മൾ കളിയാക്കി പറയില്ലേ അല്ലെ? നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, സമാധാനമായല്ലോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അതുപോലെ ഒരു ജോക്ക് എന്നുള്ള രീതിയിൽ ഞാൻ നിന്റെ തേരാളി പദം അലങ്കരിച്ചിട്ട് കൂടി, നിന്റെ കൂടെ നിന്നിട്ട് കൂടി, നീ ഞാനും റിലേറ്റീവ്സ് ആയിരുന്നിട്ട് കൂടി നീ ഇപ്പോ നിന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുന്നുവോ എന്നതാണ് ഇൻഡയറക്ട്ലി ആര് ചോദിക്കുന്നത്? ശ്രീകൃഷ്ണൻ. കാരണം ഋഷികേശനായ ഭഗവാന് വെളിയിൽ പറഞ്ഞില്ലെങ്കിൽ കൂടി അർജുനന്റെ മനസ്സിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കൃഷ്ണനെ ഋഷികേശൻ എന്നുള്ള വാക്കിലൂടെ പറയുന്നതിന്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? ഇനി അർജുനൻ ഇത് കണ്ടിട്ട് ശരീരം തളരുകയാണ്. അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. എന്നിട്ട് അർജുനൻ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പോവുകയാണ്. ഇവിടെ കണ്ടത് ആരെയൊക്കെയാണ് അദ്ദേഹം കണ്ടത്? ഭീഷ്മ ദ്രോണാദികളെ കണ്ടു എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അല്ലെ? എന്നാൽ ഭീഷ്മ ദ്രോണാദികൾ മാത്രമാണോ അവിടെ ഉള്ളത്? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഭീഷ്മന്റെയും ദ്രോണന്റെയും പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാല് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ അർജുനൻ സങ്കടപ്പെടുന്നത് ഈ രണ്ടാൾക്കാരും ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴാണ്. നമുക്ക് ചിലപ്പോൾ സങ്കടം വരും. കാരണം എന്ത്? നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. ശരിയല്ലേ? നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിച്ച സുഹൃത്ത് നമ്മളെ ചതിക്കുമ്പോൾ നമ്മൾ തളർന്നു പോവില്ലേ? തളർന്നു പോകും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കാതെ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകൂലേ? അങ്ങനെ ഇവിടെ ഏറ്റവും കൂടുതൽ അർജുനന് ഇഷ്ടമായിരുന്നു ചോദിച്ചാല് അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ ഭീഷ്മൻ. കാരണം നമ്മള് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും, പാണ്ഡു മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനെ അവരെല്ലാം കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. തിരിച്ച് ഹസ്തിനാപുരത്തിൽ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നതിന് ശേഷം അച്ഛനില്ലാത്ത മക്കളല്ലേ, അച്ഛൻ മരിച്ചുപോയ മക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തത് ഈ മുത്തച്ഛനായി. ആ മുത്തച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ ഒന്നാം നമ്പർ അർജുനനെ തന്നെ, സംശയമില്ല. ഇത്രയും പിള്ളേരുണ്ടായിരുന്നിട്ടും അർജുനനോട് ഭീഷ്മന് കൂടുതൽ സ്നേഹം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം വില്ലാള് വീരനാണ് ആര്? ഭീഷ്മൻ. അതേ വില്ലാള് വീരത്ത് ആർക്കുണ്ട്? അപ്പോ നല്ല രീതിയിൽ ഇപ്പൊ അംബാനി അടുത്ത തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആളിനോട് അംബാനി കൂടുതൽ ഇഷ്ടം ഉണ്ടാവോ? സ്വാഭാവികമല്ലേ? കാരണം ഉത്തരവാദിത്തമുള്ള, ആംബിയറുള്ള, കപ്പാസിറ്റി ഉള്ള, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന അടുത്ത തലമുറയിൽ ഒരാളെ കിട്ടുമ്പോൾ